ചോദ്യമാണ്, ഉസ്താദെ, മെൻസസ് ഉള്ള സമയത്ത് ഖുർആൻ ഓതാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ ദിക്ർ മെൻസസിന്റെ സമയത്ത് ഓതാൻ പറ്റുമോ? ഞങ്ങൾക്ക് മെൻസസ് ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഹൈലോ നിഫാസോ ഒക്കെ ഉള്ള സമയത്ത്, വലിയ ശുദ്ധിയുള്ള സമയത്ത് എന്തൊക്കെ ഓതാൻ പറ്റും, എന്തൊക്കെ ഓതാൻ പറ്റില്ല, ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്ക് ഇന്നത്തോടുകൂടി സംശയം തീരണം. അതിനുതകുന്ന രൂപത്തിൽ വളരെ വിശദീകരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. നോക്കൂ, ഖുർആൻ ഓതുക എന്നുള്ളത് വലിയ ശുദ്ധിയുള്ള സമയത്ത് ഹറാമാണ്, ഖുർആനാണ് എന്ന ഉദ്ദേശത്തിൽ കൃത്യമായി കേൾക്കണം. നമ്മൾ ഖുർആൻ ഓതുന്നത് ഖുർആനാണ് എന്ന ഉദ്ദേശം മനസ്സിലുണ്ടായിക്കൊണ്ട് ഖുർആൻ ഓതിയാൽ വലിയ ശുദ്ധിയുള്ളവർക്ക്, ഹൈല് നിഫാസ് മെൻസസ് ഒക്കെ ഉള്ളവർക്ക് ഹറാമാണ്, കടുത്ത ഹറാമാണ്. ഒരു ഹർഫ് പോലും, ഒരു അല്പം പോലും ഖുർആൻ ഓതാൻ പാടില്ല, ഹറാമാണ് എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ നിങ്ങളിത് ഖുർആനാണ് എന്ന ഉദ്ദേശത്തിലാണ് ഈ ഫാത്തിഹ ഓതുന്നത് എങ്കിൽ അത് ഹറാമാണ്. പിന്നെ ആ ഉദ്ദേശമില്ലാതെ എങ്ങനെ ഓതുക? അങ്ങനെയുണ്ട്. ഖുർആനിൽ പ്രത്യേകം വന്ന ചില ദിക്റുകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അശുദ്ധി സമയത്ത് ചെല്ലാൻ പറ്റുമോ എന്ന് വലിയൊരു ചോദ്യം നമുക്കുണ്ട്. പറ്റും. ഖുർആനിൽ വന്ന ദിക്റുകൾ ഏതൊക്കെ? ഞാൻ പറയാം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇത് ഖുർആനിലെ ഒരു ആയത്താണ്. ഈ ആയത്ത് നമുക്ക് ഓതാൻ പറ്റുമോ? പറ്റും. ഇത് ആയത്താണ് എന്ന് മനസ്സിൽ ഉദ്ദേശിക്കാഞ്ഞാൽ മതി. ഇതൊരു ദിക്റാണ് എന്ന് മനസ്സിൽ കരുതിയാൽ മതി. നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ ഓതാറുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഭക്ഷണത്തിന് മുൻപ് ചെല്ലുമ്പോൾ ഇത് ആയത്താണ് എന്ന് കരുതിയിട്ടല്ല. ബിസ്മി ഭക്ഷണം കഴിക്കുന്നതിന് മുൻപുള്ളൊരു ദിക്റാണ് എന്ന നിലക്കാണ് ഓതുന്നത്. വസ്ത്രം ധരിക്കുന്ന സമയത്ത്, വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് പറയുന്ന ദിക്ർ ഖുർആനിലെ ആയത്തല്ലേ? ആയത്താണല്ലോ. അപ്പൊ അത് ഓതാൻ പറ്റുമോ? പറ്റും. കാരണം വാഹനത്തിൽ കയറുമ്പോഴുള്ള ദിക്ർ എന്ന നിലക്കാണ് നമ്മളത് ചൊല്ലുന്നത്. ആരെങ്കിലും ഒരാൾ ഇത് വാഹനത്തിൽ കയറുമ്പോഴുള്ള ആയത്താണ്, ഞാൻ ഖുർആനാണ് ഓതുന്നത് എന്ന് കരുതിയാൽ ഓതാൻ പറ്റില്ല. വളരെ സിമ്പിളാണ്. ശരിക്കും ഇതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ്. ഖുർആനാണ് എന്ന ഉദ്ദേശത്തിൽ സ്ത്രീകൾക്ക് മെൻസസോ അല്ലെങ്കിൽ ഹൈദ് നിഫാസോ ഒക്കെ പോലെയുള്ള അശുദ്ധി ഉണ്ടാകുന്ന സമയത്ത് ഒരു കാരണവശാലും ഒന്നും ഓതാൻ പറ്റില്ല. പിന്നെ ഖുർആൻ അല്ലാത്ത കുറെ അദ്കാറുകളുണ്ട്, അതൊക്കെ ചെല്ലാം. തസ്ബീഹുകൾ ചെല്ലാം, തഹ്മീദുകൾ ചെല്ലാം, സ്വലാത്തുകൾ ചെല്ലാം, ഹദ്ദാദ് റാത്തീബ് ചെല്ലാം. ഹദ്ദാദിലേക്ക് ഒരുപാട് ആയത്തുകൾ വന്നിട്ടുണ്ട്. ഹദ്ദാദിന്റെ തുടക്കത്തിൽ തന്നെ എന്താ? ഇലാ ഹളറത്തുർ റൂഹി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ എന്നല്ല പറയുന്നത്, ഫാത്തിഹ ഓതുന്നത്. പക്ഷെ അത് നമ്മൾ ഫാത്തിഹ ഖുർആനിന്റെ ആയത്താണ്, ഖുർആനാണ് എന്ന ഉദ്ദേശത്തിലല്ല. അവിടെ ഹദ്ദാദ് റാത്തീബ് എന്ന റാത്തീബാണ്, അതായത് ഒരു ദിക്റിന്റെ ഒരു ഏടാണ് എന്ന നിലക്കാണ് അവിടെ ഓതുന്നത്. അതുകൊണ്ട് അത് പ്രശ്നമില്ല. അതേപോലെ മൗലിദുകളിൽ എത്രങ്ങാനും ആയത്തുകളാണ് വരുന്നത്. പല സ്ഥലങ്ങളിൽ ആയത്ത് ഇഷ്ടം പോലെ ആയത്തുകൾ വരുന്നത്. അത് ഓതാൻ പറ്റുമോ? പറ്റും. ഒരു പ്രശ്നവുമില്ല. കാരണം അതൊന്നും നമ്മൾ ഖുർആനാണ് എന്ന് മനസ്സിലാക്കിയിട്ടല്ല ഓതുന്നത്, അത് ദിക്റാണ് എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഓതുന്നത്. അതുകൊണ്ട് ഇത് കൃത്യമായി വ്യക്തമായി നിങ്ങൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം, മനസ്സിലാക്കിയാൽ മതി. ഖുർആനാണ് എന്ന ഉദ്ദേശത്തിൽ ഖുർആനിൽ നിന്ന് ഒന്നും, ഒരു ഹറഫ് പോലും ഓതാൻ പറ്റില്ല. എന്നാൽ ഖുർആനിലുള്ള ഏത് ഭാഗവും ഖുർആനാണ് എന്ന ഉദ്ദേശമില്ലാതെ ദിക്റാണ് എന്ന് ഉദ്ദേശിച്ചിട്ട് ഏത് ഭാഗവും ഓതാം. അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് ഏത് ഭാഗവും ഓതാം. വ്യക്തമായി മനസ്സിലാക്കണം. മനസ്സിലാക്കാതെ ഇബാദത്ത് ചെയ്യരുത്. അപ്പൊ നമുക്ക് ഏത് ആയത്തുൽ കുർസി ഓതാൻ പറ്റുമോ? പറ്റും. അത് ദിക്റാണ് എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ ആയത്തുൽ കുർസി നിങ്ങൾ ഓതുന്നത് ആയത്താണ്, ഖുർആനിലെ ആയത്താണ് എന്ന ഉദ്ദേശത്തിലാണോ? പറ്റില്ല. പിന്നെ നമ്മുടെ ഉദ്ദേശം പോലെയാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അറിവുകൾ നേടാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ദുആ വസിയത്തുൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.